ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നമ്മുടെ കൈവശം ഏറ്റവും കൂടുതലുള്ള ഒരു സാധനത്തിന് ഒരിക്കലും വില കൽപ്പിക്കാറില്ല. നമ്മുടെ ഇല്ലാത്ത സാധനത്തിൻ്റെ പിന്നാലെ മാത്രമേ നമ്മൾ പായാറുള്ളൂ. ഏതാണോ നമ്മുടെ കൂടുതലുള്ളത്, സ്നേഹമായാലും ശരി തന്നെ, അതുപോലെ തന്നെ സാധനങ്ങളായാലും ശരി തന്നെ, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ഏതായാലും നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരിക്കലും വില കൊടുക്കാറില്ല. പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന ഈ സാധനം സ്നേഹത്തിൻ്റെ അളവായാലും കാരുണ്യത്തിൻ്റെതായാലും അനുകമ്പയുടേതായാലും സാധനങ്ങളുടേതായാലും ഒരു കടക്കാരൻ ഏത് തരം കട ആണോ അവ ഇട്ടിരിക്കുന്നത്, ആ കടയിലുള്ള സാധനങ്ങൾക്ക് ആ വീട്ടുകാർക്ക് മതിപ്പ് കാണില്ല. അവരത് ദുരുപയോഗപ്പെടുത്താവുന്നതിൻ്റെ മാക്സിമം ദുരുപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇഷ്ടക്കാർക്ക് വാരി അത് കൊടുക്കുകയോ എല്ലാം ചെയ്യും. കാരണം അതിൻ്റെ വില അവർക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ എന്താണോ കൂടുതലുള്ളത് അതിൻ്റെ വില നമ്മൾ പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം. സ്നേഹം നമ്മുടെ കൂടുതലുണ്ടെങ്കിൽ അത് അറിഞ്ഞു തന്നെ കൊടുക്കണം. സ്നേഹം അർഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാവൂ. അതുകൊണ്ടാണ് പറയുന്നത്, പാത്രം അറിഞ്ഞേ ഭിക്ഷ കൊടുക്കാവൂ. ചില ധനികന്മാരുടെ ആവശ്യത്തിലേറെ പണം കാണും, പക്ഷെ അവർ ആവശ്യത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടാവാം. അവരെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കാത്ത സാധനം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരംശം ഒരാൾക്ക് കൊടുത്താൽ അത് അതിൻ്റേതായ ഭാഗ്യവും ഫലവും ഉറപ്പായിട്ട് കിട്ടും. അപ്പം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ അമൂല്യമായിട്ട് കാണണം. ഭഗവാന്റെ ഭക്തിയായാലും സ്നേഹമായാലും കരുണയായാലും നമുക്ക് ഭഗവാൻ തരുന്ന ആ അമൂല്യമായ കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ നിത്യ ഉപയോഗത്തിന് വേണ്ടി ഭഗവാൻ തരുന്ന പല കാര്യങ്ങളും നമ്മളത് അമൂല്യമായിട്ട് തന്നെ കാണണം. വെള്ളം ഉള്ള നാട്ടിൽ ഇഷ്ടംപോലെ നമ്മൾ വെള്ളം ചെലവഴിക്കും. വെള്ളം കിട്ടാത്ത നാട്ടിൽ ചെന്നിട്ട് അങ്ങനെ ചെലവഴിക്കാൻ അവിടെ ഉള്ള ആൾക്കാർ സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെയേ ഭഗവാൻ സുലഭമായിട്ട് തരുന്ന ഈ വെള്ളം തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോയാൽ അവിടെ ചെന്നാലും നമ്മൾ അത് തന്നെ ചെയ്യുള്ളൂ. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളെല്ലാം നമ്മൾ ശീലിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും. നേടിയെടുക്കുക. എല്ലാവർക്കും ഈ മഹാഭാഗ്യം വേണം, കിട്ടും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരം